ഇറാനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് UAE. ഇറാൻ നടത്തിയ കടുത്ത ആക്രമണം പെട്ടെന്നുണ്ടായതല്ലെന്നും ആസൂത്രിതമാണെന്നും UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗാർഗഷ് പറഞ്ഞു. അറബ് ലീഗ് പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ദുബായിൽ നടന്ന ഗൾഫ് ഇൻഫ്ലുവൻസേഴ്സ് ഫോറത്തിലാണ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ് രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചത്. ഇറാനെതിരെ ശക്തമായിട്ടുള്ള വിമർശനമുണ്ട്. അതോടൊപ്പം തന്നെ അറബ് ലീഗിനെയും GCC ബന്ധത്തെയും അദ്ദേഹം വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അറബ് ലീഗ് ഇത്തരത്തിൽ പെരുമാറുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷേ GCC രാജ്യങ്ങൾക്കിടയിലുള്ള ഐക്യം പഴയതുപോലെ ഉണ്ടായില്ല എന്നുള്ളൊരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അത് രാഷ്ട്രീയമായും ആയുധപരമായുമുള്ള സഹകരണത്തിൽ ശക്തിക്കുറവുണ്ടായി എന്നുള്ളതാണ് ഡോക്ടർ അൻവർ ഗർഗാഷിന്റെ വിമർശനം. അറബ് ലീഗിനെ രൂക്ഷമായി അദ്ദേഹം വിമർശിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇറാനെതിരായിട്ടുള്ള വിമർശനം. പ്രധാനമായും അദ്ദേഹം എടുത്തു പറയുന്നത് ബന്ധങ്ങൾ വീണ്ടെടുക്കാം, പക്ഷേ വിശ്വാസം വീണ്ടെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു വ്യത്യസ്ത അഭിപ്രായങ്ങളും നിലപാടുകളും ഒക്കെ ഈ ഘട്ടത്തിൽ അറബ് ലീഗിലും GCCയിലും ഒക്കെ ഉണ്ടായി എന്ന് ഡോക്ടർ അൻവർ ഗർഗാഷ് വിമർശിക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ആക്രമണം അത് ആസൂത്രിതമായിരുന്നു, അല്ലാതെ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു ആക്രമണമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയ്ക്ക് വിപുലമായിട്ടുള്ള ഒരു ആക്രമണം ഇറാന് നടത്താൻ കഴിഞ്ഞത് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ പഴയതുപോലെ ആകില്ല ബന്ധങ്ങൾ, വലിയൊരു മാറ്റം ഈ മേഖലയിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് UAEയുടെ ഭാഗത്തു നിന്നും ഇറാനെതിരെ ഉണ്ടാകുന്നത്.